പ്രൈസ് ലോർഡ്. ലോകമെമ്പാടുമുള്ള HFTV പ്രേക്ഷകർക്ക് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. നിങ്ങളെ ഈ പ്രോഗ്രാമിൽ കൂടെ കാണുവാൻ സാധിക്കുന്നത് വലിയ സന്തോഷമാണ്. നിങ്ങളുടെ മുറികളിൽ, നിങ്ങളുടെ ഓഫീസുകളിൽ, നിങ്ങളുടെ കാറുകളിലുമൊക്കെ എനിക്ക് വരാൻ സാധിക്കുന്നു എന്ന് ഓർക്കുമ്പോൾ ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. ഇത് ഈ പ്രോഗ്രാം ഒരുക്കി തരുന്ന കർത്താവിന് നമുക്ക് 1000 സ്തുതികൾ നമുക്ക് അർപ്പിക്കാം. പലരുടെയും കിച്ചണിൽ ഇതെപ്പോഴും പ്ലേ ചെയ്യുകയാണെന്ന് കേൾക്കുവാനായിട്ടിടയായി. പല രാജ്യങ്ങളിലും പല സ്ഥലങ്ങളിലും ഇത് പെർമനൻ്റായിട്ട് അവരുടെ ഓരോ മുറികളിൽ ഇങ്ങനെ പ്ലേ ചെയ്ത് ഇട്ടിരിക്കുകയാണ് എന്നൊക്കെ കേൾക്കുവാനായിട്ട് ഇടയായി. അതിനെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. പലരും ഇത് ഫോണിൽ കൂടെ കാണുന്നു, ഫോണിൽ കൂടെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നു. പലർക്കും ഇത് അനുഗ്രഹമാകുന്നു എന്നൊക്കെ കേൾക്കുവാൻ ഇടയാകുന്നതിനെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. നമ്മൾ ഇന്ന് ദൈവവചനത്തിലേക്ക് കടക്കുകയാണ്. നമ്മുടെ എല്ലാം വളരെ നമ്മളെ ആകർഷിക്കുന്ന ഒരു ബസ് വേർഡാണ് എക്സ്ചേഞ്ച് ഓഫർ. നമ്മുടെ ജീവിതത്തിൽ എക്സ്ചേഞ്ച് ഓഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റാണ്. ഏത് കാര്യത്തിനും ഒരു എക്സ്ചേഞ്ച് ഓഫർ ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ആൾക്കാർ തടിച്ച് കൂടും. പക്ഷേ ഇന്ന് പകൽ ഈ ഭൂമിയിൽ നടക്കുന്ന ഈ ഭൂമിയിൽ പല കമ്പനിക്കാരും നടത്തിക്കൊണ്ടിരിക്കുന്ന എക്സ്ചേഞ്ച് ഓഫറിനെ കുറിച്ചല്ല ഞാൻ സംസാരിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഇന്ന് പകൽ ഈ ഭൂമി ഇതുവരെ കണ്ടതിൽ ഏറ്റവും വലിയ ഒരു എക്സ്ചേഞ്ച് ഓഫർ 2000 വർഷങ്ങൾക്ക് മുൻപേ കാൽവറി ക്രൂശ് ആ സ്ഥലത്താണ് നടന്നത്. പ്രിയപ്പെട്ടവരെ, കാൽവറി ക്രൂശ് എന്ന് പറയുമ്പോൾ പലരുടെയും ഉള്ളിൽ വരുന്ന ചിന്തകൾ പലതാണ്. അവരുടെ ഉള്ളിൽ വരുന്ന ചിന്ത, കാൽവറി ക്രൂശ് എന്ന് പറയുമ്പോൾ അവരുടെ ഉള്ളിൽ വരുന്ന ചിന്ത അത് കഷ്ടപ്പാടിൻ്റെ ഒരു അടയാളമാണ്. ചിലർക്ക് കാൽവറി ക്രൂശ് എന്ന് പറയുമ്പോൾ അത് പ്രയാസത്തിൻ്റെ ഒരു അടയാളമാണ്. ചിലർക്ക് കാൽവറി ക്രൂശ് എന്ന് പറയുമ്പോൾ ഒരു ഭക്തിയുടെ അടയാളമാണ്. ചിലർക്ക് കാൽവറി ക്രൂശ് എന്ന് പറയുമ്പോൾ അത് ഒരു പീഡനത്തിൻ്റെ അടയാളമാണ്. ഇറ്റ്സ് എ സൈൻ ഓഫ് മോക്കറി, ഇറ്റ്സ് എ സൈൻ ഓഫ് ഇൻസൾട്ട്, ഇറ്റ്സ് എ സൈൻ ഓഫ് പെർസിക്യൂഷൻ. അങ്ങനെ പലരുടെയും ഉള്ളിൽ പല കാര്യങ്ങളാണ് കയറി വരുന്നത്. ചിലർക്ക് കുരിശെന്ന് പറയുമ്പോൾ ഒരു മത സംഘടനയാണ് തലയിൽ കയറി വരുന്നത്. ചിലർ ഒരു കുരിശെന്ന് പറയുമ്പോൾ അവരുടെ ഉള്ളിൽ വരുന്നത് ഒരു മതസ്ഥാപനത്തെക്കുറിച്ചായിരിക്കും കയറി വരുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ കാൽവറി ക്രൂശിൽ നടന്നത് ഒരു വലിയ എക്സ്ചേഞ്ച് ഓഫറാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഉള്ളിലൊന്നും ചിന്തിച്ചു നോക്കാൻ സാധിക്കാത്ത രീതിയിലുള്ള വലിയ ഒരു എക്സ്ചേഞ്ച് ഓഫറാണ് കാൽവറി ക്രൂശിൽ യേശു നിങ്ങൾക്കും എനിക്കും വേണ്ടി നിവർത്തിച്ചത്. പലപ്പോഴും നമ്മളൊരു ഓഫറിലേക്ക് കടക്കുമ്പോൾ ആ ഓഫറിൽ പല ടേംസും കണ്ടീഷൻസും ഒക്കെ ഉണ്ട്. നമ്മൾ ആ ഓഫറിൽ പോകുമ്പോൾ നമ്മൾ ആ ഓഫർ വായിക്കും. ആ ഓഫറിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസൊക്കെ അതിൻ്റെ ആ പാംപ്ലെറ്റ്സിൽ എഴുതിയിരിക്കും. അതൊക്കെ പലപ്പോഴും വായിച്ചു നോക്കുമ്പോൾ പലപ്പോഴും കാണാവുന്ന ഒരു കാര്യം, ഓഫർ ഏത് വ്യക്തിയാണോ നൽകുന്നത് ആ വ്യക്തിക്ക് ഫേവറബിളായിട്ടായിരിക്കും പല കാര്യങ്ങളും അതിനകത്ത് എഴുതിയിരിക്കുന്നത്. നിങ്ങൾ അടുത്ത പ്രാവശ്യം ഏതെങ്കിലും ഒരു ഓഫറിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് നിങ്ങൾ വായിച്ചു നോക്കുമ്പോൾ ഞാൻ ഈ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ആരാണോ ഓഫർ നൽകുന്നത് ആ വ്യക്തിക്ക് എപ്പോഴും ഫേവറബിളായിട്ടായിരിക്കും താൻ അതിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് എഴുതുന്നത്. എന്നാൽ കാൽവറി ക്രൂശിൽ യേശു നടത്തിയ എക്സ്ചേഞ്ച് ഓഫറിൽ താൻ എല്ലാ കാര്യങ്ങളും, എല്ലാ ടേംസും കണ്ടീഷൻസും അത് തനിക്ക് ഫേവറബിളായിട്ടല്ല പ്രിയപ്പെട്ടവരെ എഴുതിയത്. നശിച്ചു പോകുന്ന ഓരോ വ്യക്തിക്കും ഫേവറബിളായിട്ടാണ് താൻ അത് എഴുതിയത്. അതുകൊണ്ടാണ് വചനം പറയുന്നത്, താൻ കാൽവറി ക്രൂശിൽ നമുക്കെതിരെയുള്ള കയ്യെഴുത്തുകളെ ആണ് ആ കാൽവറി ക്രൂശിൽ മായ്ച്ചു കളഞ്ഞത്. താൻ പുതിയ ഒരു വഴി തുറന്നത് മാത്രമല്ല, താൻ പുതിയ ഒരു ഓഫർ നൽകിയത് മാത്രമല്ല, നിങ്ങളുടെയും എൻ്റെ മേളിൽ കിടന്ന പൂർവിക ശാപങ്ങൾ,
നിങ്ങളുടെയും എൻ്റെ മേളിൽ വന്ന പൂർവിക പാപങ്ങൾ നിമിത്തമുണ്ടാകുന്ന ഭവിഷ്യത്തുകൾ, ഇത് സകലതിനെയും യേശു കർത്താവ് കാൽവറി ക്രൂശിൽ നിങ്ങൾക്കും എനിക്കും എതിരെ എഴുതപ്പെട്ടിരുന്ന കയ്യെഴുത്തുകളെ വരെ തൻ്റെ വിശുദ്ധ രക്തത്താൽ താൻ കാൽവറി ക്രൂശിൽ വെച്ച് മായ്ച്ചു കളഞ്ഞു. പ്രിയപ്പെട്ടവരെ, കാൽവറി ക്രൂശിലെ ആ വലിയ എക്സ്ചേഞ്ച് ഓഫർ ഇന്ന് പകൽ നമ്മൾ അല്പം ഒന്ന് ധ്യാനിക്കാൻ പോകുകയാണ്. പ്രിയപ്പെട്ടവരെ, പലരും, എന്നെ കേൾക്കുന്ന പലരും നിങ്ങൾ രക്ഷിക്കപ്പെട്ടതാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ നിങ്ങൾ രക്ഷിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ ഏറ്റവും വലിയ എക്സ്ചേഞ്ച് ഓഫറിൻ്റെ ഏറ്റവും വലിയ അതിൻ്റെ ഓഫറിൻ്റെ ഭാഗമാണ് രക്ഷ, ആത്മരക്ഷ. നിങ്ങളുടെ ആത്മാവ് രക്ഷിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ, നിങ്ങൾ ഇപ്പോഴും പാപിയാണെന്നുള്ളൊരു കുറ്റബോധത്തിലാണ് നിങ്ങൾ ജീവിക്കുന്നതെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ പാപത്തിനും നിങ്ങളുടെ ശാപത്തിനും പല കർമ്മങ്ങളും പല യാഗങ്ങളും ചെയ്തിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ മനസ്സിൽ ഒരു സമാധാനം നിങ്ങൾക്ക് തോന്നുന്നില്ലെങ്കിൽ, ഇന്ന് ഈ സന്ദേശം നിങ്ങൾക്ക് വേണ്ടിയാണ് നിങ്ങളുടെ അടുത്തേക്ക് വന്നിരിക്കുന്നത്. കാൽവറി ക്രൂശിൽ ഒരു യാഗം നടന്നു. പ്രിയപ്പെട്ടവരെ, 2000 വർഷങ്ങൾക്ക് മുൻപേ കാൽവറി ക്രൂശിൽ ഒരു കുഞ്ഞാട് നിങ്ങൾക്ക് വേണ്ടി അറുക്കപ്പെട്ടു. ആ കുഞ്ഞാട്ടിൻ്റെ രക്തത്തിൽ മുങ്ങിക്കുളിക്കുന്ന ഏതൊരു വ്യക്തിയും അവൻ്റെ പാപത്തിൽ നിന്നും ശാപത്തിൽ നിന്നും അവൻ കഴുകപ്പെടുക തന്നെ ചെയ്യും. ഇന്ന് പകൽ നിങ്ങളുടെ ജീവിതത്തിൽ ആ അനുഭവം ഉണ്ടായിട്ടില്ലെങ്കിൽ, ഇന്ന് പകൽ ക്രൂശിൻ്റെ അടുക്കിലേക്ക് വന്നാൽ മതി. അവിടെ നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ പാപത്തിനും നിങ്ങളുടെ ശാപത്തിനും വില കൊടുത്ത ഒരു നല്ല കർത്താവിനെ നിങ്ങൾക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കും. ഇന്ന് നിങ്ങളായിരിക്കുന്ന സ്ഥാനത്തിൽ നിന്ന്, യേശുവേ നീ എനിക്ക് വേണ്ടിയാണ് മരിച്ചതെന്ന് ഒരൊറ്റ വാക്ക് നിങ്ങളുടെ വായിൽ നിന്ന് വരുമെങ്കിൽ, അത് ഹൃദയം കൊണ്ട് നിങ്ങൾ വിശ്വസിച്ചാൽ പറയുന്നുവെങ്കിൽ, ഇന്ന് ഈ ദിവസം നിങ്ങളത് പറയുമ്പോൾ തന്നെ നിങ്ങളുടെ ആത്മാവ് രക്ഷിക്കപ്പെടും. നിങ്ങൾ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് നിങ്ങളുടെ ആത്മാവ് പ്രവേശിക്കും. പ്രിയപ്പെട്ടവരെ, അത്ര എളുപ്പമാണോ? അത്ര എളുപ്പമാണ് പ്രിയപ്പെട്ടവരെ. എന്നാൽ ഈ രക്ഷയുടെ പാക്കേജിനകത്ത്, ഈ ഓഫറിനകത്ത് ആത്മരക്ഷ മാത്രമല്ല, അതിനകത്ത് പല കാര്യങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ഇന്ന് അല്പസമയത്തിനോടുള്ളിൽ ഇതിനകത്ത് അടങ്ങിയിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ മുഴുവനും നിങ്ങളെ അറിയിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുക. വചനമനുസരിച്ച് ഞാൻ ഇന്ന് ഒരു 7 കാര്യങ്ങൾ യേശു ക്രൂശിൽ വെച്ച് നിങ്ങൾക്ക് എനിക്കും വേണ്ടി എക്സ്ചേഞ്ച് ചെയ്ത് തന്നിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇന്ന് പകൽ അല്ല ഇന്ന് രാത്രിയാണ് നിങ്ങളിത് കേൾക്കുന്നതെങ്കിൽ, ആ ഓഫറിൽ നിങ്ങൾ മുഴുവനായി പങ്കാളി ആയിട്ടില്ലെങ്കിൽ, ഇന്ന് നിങ്ങളുടെ ദിവസമാണ്. നിങ്ങൾ ആ ഓഫറിൻ്റെ മുഴുവൻ അനുഗ്രഹവും അനുഭവിക്കുക തന്നെ ചെയ്യണം. എവിടെ അനുഭവിക്കണം? ഈ ഭൂമിയിൽ വെച്ച് അനുഭവിക്കണം. പ്രിയപ്പെട്ടവരെ, ഒന്നാമത്തേത്, എൻ്റെ പാപത്തിന് പകരം ദൈവിക നീതി എനിക്ക് ലഭിച്ചു. 2 കൊരിന്ത്യർ 5:21 നമ്മൾ വായിക്കുമ്പോൾ നമുക്കിങ്ങനെ കാണുവാൻ സാധിക്കും, പാപം അറിയാത്ത യേശുവിനെ നാം അവനിൽ ദൈവത്തിൻ്റെ നീതി ആകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപം ആക്കി. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, അതാണ് ഒന്നാമത്തെ അനുഗ്രഹം. എൻ്റെ പാപം യേശുവിൻ്റെ മേളിൽ പോയി, യേശുവിൻ്റെ നീതി എൻ്റെ മേളിൽ വന്നു. രണ്ടാമത്തെ അനുഗ്രഹം, എൻ്റെ രോഗത്തിന് പകരം അവൻ്റെ സൗഖ്യം. 1 പത്രോസ് 2:24 നമ്മളിങ്ങനെ കാണുന്നു, നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് യേശു തൻ്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി അവൻ്റെ അടിപ്പിണറുകളാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു. എത്ര വലിയൊരു ഓഫറാണ് പ്രിയപ്പെട്ടവരെ. ഒരുപക്ഷെ നിങ്ങളുടെ വീട്ടിലുള്ളവർ പറയുമായിരിക്കും, നിൻ്റെ രോഗം നിൻ്റെ പാവം കാരണം വന്നതാണ്, അല്ലെ പൂർവ്വപിതാക്കന്മാരുടെ പാവം കാരണം വന്നതാണ്. പക്ഷേ കാൽവറി ക്രൂശിലെ എക്സ്ചേഞ്ച് ഓഫറിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ആ രോഗത്തെ യേശു ചുമന്നു. അവൻ്റെ അടിപ്പിണറുകളാൽ നിങ്ങൾക്ക് ഇന്ന് പകലും സൗഖ്യമുണ്ട്. മൂന്നാമത്തേത്, എൻ്റെ ശാപത്തിന് പകരം അനുഗ്രഹം. നമ്മൾ ഗലാത്യർക്ക് എഴുതിയ ലേഖനം 3:13-14 വാക്യം ഇങ്ങനെയാണ് പറഞ്ഞത്, മരത്തിന്മേൽ തൂങ്ങുന്നവൻ എല്ലാം ശപിക്കപ്പെട്ടവൻ എന്ന് എഴുതിയിരിക്കുന്നത് പോലെ ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു. ന്യായപ്രമാണത്തിൻ്റെ ശാപത്തിൽ നിന്ന് നമ്മെ വിലയ്ക്ക് വാങ്ങി അബ്രഹാമിൻ്റെ അനുഗ്രഹങ്ങൾ ക്രിസ്തുയേശുവിൽ ജാതികൾക്ക് വരേണ്ടതിന്
നാം ആത്മാവെന്ന വാഗ്ദത്ത വിഷയം വിശ്വാസത്താൽ പ്രാപിപ്പാൻ തന്നെ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ശാപം യേശു ക്രൂശിൽ ഏറ്റെടുത്തു. അവൻ്റെ മേളിലുള്ള അനുഗ്രഹം നമ്മുടെ മേളിൽ വന്നു. 4-ാമത്തെ കാര്യം, എൻ്റെ ദാരിദ്ര്യത്തിന് പകരം അവൻ്റെ സമൃദ്ധി. 2 കൊരിന്ത്യർ 8:9 ഇങ്ങനെ പറയുന്നു, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു സമ്പന്നനായിരുന്നിട്ടും അവൻ്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നനാകേണ്ടതിന് നിങ്ങൾ നിമിത്തം ദരിദ്രനായിത്തീർന്നു. കൃപ നിങ്ങൾ അറിയുന്നുവല്ലോ. അവൻ നമുക്ക് വേണ്ടി ദരിദ്രനായ കൃപ. അവൻ ദരിദ്രനായത് നമ്മളെ സമ്പന്നനാക്കുവാനായിട്ടാണ്. 5-ാമത്തെ കാര്യം, അസമാധാനത്തിന് പകരം ദൈവിക സമാധാനം. യോഹന്നാൻ 14:27 പറയുന്നു, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. ലോകം തരുന്നത് പോലെയല്ല എൻ്റെ സമാധാനം. ആ സമാധാനം എവിടെയാണ് യേശു തന്നതെന്ന് ചോദിച്ചാൽ, കാൽവറി ക്രൂശിൽ വരുന്ന ഓരോ വ്യക്തിക്കും അവൻ്റെ അസമാധാനം മാറ്റി അവന് സമാധാനം യേശു വെച്ചിട്ടുണ്ട്. 6-ാമത്തെ കാര്യം, നിത്യമരണത്തിന് പകരം നിത്യജീവൻ. യോഹന്നാൻ 11:25-26 ഇങ്ങനെ പറയുന്നു, പ്രിയപ്പെട്ടവരെ, യേശു അവളോട്, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ജീവിച്ചിരുന്ന എന്നിൽ വിശ്വസിക്കുന്നവൻ ആരും ഒരു നാളും മരിക്കയില്ല. 7-ാമത്തെ കാര്യം, നരകത്തിന് പകരം നിത്യ സ്വർഗം. യോഹന്നാൻ്റെ സുവിശേഷം 14:2-3 ഇങ്ങനെ പറയുന്നു, പ്രിയപ്പെട്ടവരെ, എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങൾ ഇരിക്കേണ്ടതിന് വീണ്ടും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്ത് കൊള്ളും. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ 7 അനുഗ്രഹങ്ങളും ഈ 7 നന്മകളും കാൽവറി ക്രൂശിൽ യേശു വില കൊടുത്ത് നിങ്ങൾക്കും എനിക്കും വേണ്ടി സമ്പാദിച്ചു വച്ചിരിക്കുക. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, പക്ഷേ അതിനെ കരസ്ഥമാക്കുന്നത് അതാത് വ്യക്തികളാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് പകൽ വചനം പറയുന്നു, പരിജ്ഞാനമില്ലാത്തത് കൊണ്ടാണ് പലപ്പോഴും ദൈവജനം നശിച്ചു പോകുന്നത്. എന്നാൽ ഇന്ന് പകൽ ഈ പരിജ്ഞാനം നിങ്ങളെ തേടി വരുമ്പോൾ ഇന്ന് പകൽ ഒരു തീരുമാനമെടുക്കണം. യേശു കാൽവറി ക്രൂശിൽ എനിക്ക് വേണ്ടി എന്തിനൊക്കെ വില കൊടുത്തിട്ടുണ്ടോ ആ അനുഗ്രഹം മുഴുവൻ ഞാൻ ഈ ഭൂമിയിൽ വെച്ച് അനുഭവിക്കുക തന്നെ ചെയ്യും. നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. പ്രിയ പിതാവേ, ഞങ്ങൾ നന്ദിയോടെ അങ്ങേ സ്തുതിക്കുന്നു. കാൽവറി ക്രൂശിൽ കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി എന്തിനൊക്കെയാണോ വില കൊടുത്ത് ഇന്ന് ആ 7 അനുഗ്രഹങ്ങൾ ഞങ്ങൾ കേട്ടുവല്ലോ. അത് 7ഉം ഞങ്ങൾക്ക് സ്വന്തമാക്കുവാൻ പരിശുദ്ധാത്മാവ് ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് അയച്ചിരിക്കുന്ന വചനം അത് 100 മേനി പ്രതിഫലം കേൾക്കുന്ന ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഉണ്ടാക്കുന്നതിനാൽ സ്തോത്രം, മഹത്വം അങ്ങേ കരേറ്റുന്നു. യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, പല നന്മകൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇന്നേ തുടങ്ങി ഉണ്ടാകുന്നത് ആത്മാവിൽ എനിക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ആ സാക്ഷ്യങ്ങൾ ഞങ്ങളെ വിളിച്ചറിയിക്കുക. അടുത്ത പ്രോഗ്രാമിൽ നമ്മൾ മീറ്റ് ചെയ്യുവോളും കർത്താവ് നിങ്ങളെ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ. ഐ ബ്ലെസ് യു ഇൻ ജീസസ് നെയിം. ആമേൻ.